എൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാ വാ യേശുനാഥ വാ വാ യേശുനാഥ വാ വാ സ്നേഹനാഥ എൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാ വാ യേശുനാഥ. നീ എൻ പ്രാണനാഥൻ നീ എൻ സ്നേഹരാജൻ നിന്നിലെല്ലാമെൻ ജീവനും സ്നേഹവുമേ വാ വാ യേശുനാഥ നീ എൻ പ്രാണനാഥൻ നീ എൻ സ്നേഹരാജൻ നിന്നിലെല്ലാം ജീവനും സ്നേഹവുമേ വാ വാ യേശുനാഥ. വാ വാ യേശുനാഥ വാ വാ സ്നേഹനാഥ എൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാ വാ യേശുനാഥ. ലോകം മുഴുവനിലും സന്തോഷം നിറഞ്ഞു നിൽക്കുകയാണ്. അവർ കുരിശിൽ തറച്ചു കൊന്നവൻ ഇതാ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. കർത്താവിൻ്റെ യുഗം അവസാനിച്ചു എന്നവർ കരുതി. എല്ലാവരെയും അതിശയിപ്പിച്ച് എല്ലാവരിലും വിസ്മയം ജനിപ്പിച്ച് അവനിതാ ഉയർത്തെഴുന്നേറ്റു. അപമാനത്തിൽ നിന്ന്, മൃത്യുവിൽ നിന്ന്, പച്ച ശരീരം ആണികളിൽ ചേർത്ത് തറയ്ക്കപ്പെട്ട കുരിശിൽ നിന്ന്, ഒടുവിൽ കല്ലറയിൽ കൊണ്ടുപോയി അടക്കപ്പെട്ടതിൽ നിന്ന്, വലിയ കല്ല് ഉരുട്ടിവെച്ച് ചങ്ങലകൾ കൊണ്ട് എല്ലാം ഭദ്രമാക്കി എന്ന് കരുതിയവരുടെ മുമ്പിൽ ഈശോ ഇതാ ഉത്ഥിതനായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഉത്ഥിതനായ ഈശോയെ നമുക്കൊന്ന് ചേർന്ന് ആരാധിക്കാം. നമ്മുടെ ഹൃദയം മുഴുവനും അവൻ്റെ പക്കലേക്ക് സമർപ്പിക്കാം. കുടുംബമായി നിന്ന്, കൂട്ടായ്മയായി നിന്ന്, ഉത്ഥിതനായ ഈശോയെ ഞങ്ങളിൽ കൃപയുണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയപൂർവം നമ്മുടെ കുടുംബത്തെ ഉത്ഥിതൻ്റെ മുൻപിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും സ്തുതി ആരാധനയെന്ന് ഹൃദയപൂർവം നമുക്ക് ഏറ്റുപാടാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും സ്തുതി ആരാധന. ആരാധന 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 ആരാധന
എനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്നു പിറന്ന ഈശോയെ, യൗസപിതാവും പരിശുദ്ധ അമ്മയും ചേർത്ത് നിന്നെ വളർത്തിയ നാളുകൾ ഞങ്ങൾ ഓർമ്മിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്ന് സ്നേഹം വാരി വിതറിയ ഈശോയെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. മർത്യനായി ഭൂവിൽ അവതരിച്ചവനേ, എന്നേരവും സ്തുതി ആരാധന. പുൽമത്തയിൽ പിറന്ന പൊന്നുണ്ണീശോയേ, എന്നേരവും സ്തുതി ആരാധന. തച്ചൻ്റെ മകനായി വളർന്ന ഈശോയേ, എന്നേരവും സ്തുതി ആരാധന. കന്യകാമേരി തൻ പ്രിയ സുതനേശുവേ, എന്നേരവും സ്തുതി ആരാധന. ആരാധന 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 ആരാധന. വഴിയറിയാതെ ഞങ്ങൾ നടന്ന എത്രയോ കാലങ്ങളുണ്ട്. അന്ധകാരത്തിൽ ഞങ്ങൾ ചരിച്ച എത്രയോ സമയങ്ങളുണ്ട്. പാപം ചെയ്ത് ജീവൻ അറ്റുപോയി എന്ന് തോന്നിച്ച എത്രയോ നിമിഷങ്ങളുണ്ട്. വഴിയും സത്യവും ജീവനും ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് വന്നിരുന്ന് ഞങ്ങളുടെ പാദങ്ങൾ കഴുകിത്തന്ന് അതിൽ ചുംബിച്ച് ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് പ്രിയപ്പെട്ട ഈശോയെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. വഴിയും സത്യവും ജീവനുമാമേശുവേ, എന്നേരവും സ്തുതി ആരാധന. ലോകത്തിൻ്റെ ദീപമേ, ഭൂമി തൻ ലവണമേ, എന്നേരവും സ്തുതി ആരാധന. ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയ ഗുരുവേ, എന്നേരവും സ്തുതി ആരാധന. സ്നേഹത്തിൻ പ്രമാണം പകർന്ന ഈശോയേ, എന്നേരവും സ്തുതി ആരാധന. ആരാധന 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 ആരാധന. ഗത്സമനിയിൽ അന്നാ നിമിഷങ്ങളിൽ രക്തം വിയർത്ത് നീ പ്രാർത്ഥിച്ചപ്പോൾ ആരും കൂടെയില്ലായിരുന്നു. കൂടെ നിൽക്കാൻ ആവശ്യപ്പെട്ടവർ ഉറങ്ങിപ്പോയിരുന്നു. പിന്നീടുള്ളവരൊക്കെ നിന്നെ വിട്ട് ദൂരങ്ങളിലേക്ക് പോയിരുന്നു. ചാട്ടവാറടി ഏറ്റപ്പോൾ, ശിരസിൽ മുൾമുടി ഏറ്റുവാങ്ങിയപ്പോൾ, മറ്റുള്ളവർ പരിഹസിച്ചപ്പോൾ ആരും അടുത്തില്ലായിരുന്നു. അതൊക്കെ നീ എനിക്ക് വേണ്ടിയിട്ടാണ് സഹിച്ചത്. എന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ് സഹിച്ചത്. ആ വലിയ സ്നേഹത്തിൻ്റെ വിരുന്നുണ്ടാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഈശോയെ, നിനക്ക് ആരാധന. ഗത്സമനി തന്നിൽ രക്തം വിയർത്തവനേ, എന്നേരവും സ്തുതി ആരാധന. ശിഷ്യന്മാരാൽ പോലും തിരസ്കൃതനായവനേ, എന്നേരവും സ്തുതി ആരാധന. മാംസമറ്റുവോളും ചെമ്മട്ടിയടിയേറ്റവനേ,
എന്നേരവും സ്തുതി ആരാധന. കണ്ണുനീരുമായ്ക്കും എൻ്റെ തമ്പുരാനേ, എന്നേരവും സ്തുതി ആരാധന. ആരാധന 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 ആരാധന. ഈശോയെ, നീ ആ വഴിയിലൂടെ കുരിശുമായി നടന്നു നീങ്ങിയപ്പോൾ കുറേയേറെ പേര് നിന്നെ നോക്കി കരഞ്ഞിട്ടുണ്ട്. അതിലേറെ പേര് നിന്നെ ദ്രോഹിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം മറികടന്ന് നീ നടന്നുപോയി. ഒടുവിൽ ആ കുരിശിൽ തറയ്ക്കപ്പെട്ടിട്ട് മൃത്യുവിലേക്ക് നിന്നെ നയിച്ച നിമിഷങ്ങൾ ഞങ്ങൾ ഓർമ്മിക്കുന്നു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തി ഇന്നിതാ ഉത്ഥിതനായി നീ ഞങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു. അപ്പമായി ഞങ്ങളുടെ മുൻപിൽ വാഴുന്നു. ഈശോയെ, കണ്ണുകൾ തുറന്ന് നോക്കുമ്പോൾ ആ വെളുത്ത അപ്പത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നിന്റെ മഹത്വം ഞങ്ങൾ കാണുന്നു. ഈശോയെ, ആ വലിയ മഹത്വത്തിലേക്ക് ഞങ്ങളെ വിളിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ മനസ്സുകൊണ്ട്, ഞങ്ങളുടെ ശരീരം കൊണ്ട്, ഞങ്ങളുടെ ഹൃദയം കൊണ്ട് നിന്നോട് ചേർത്ത് വെച്ച് സ്നേഹിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മൃത്യുവിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ഉത്ഥാനം ചെയ്ത ഈശോയെ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് നിന്നെ ആരാധിക്കുന്നു. മൃത്യുവിൽ നിന്നും മൂന്നാം നാളുയർത്തവനേ, എന്നേരവും സ്തുതി ആരാധന. അപ്പമായി എന്നും കൂടെ വാഴും ഈശോയേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. ആരാധന 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 വിശുദ്ധ മത്തായി തൻ്റെ സുവിശേഷം 27-ാമത്തെ അധ്യായത്തിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് നിന്റെ കല്ലറയ്ക്ക് അവരേർപ്പെടുത്തിയ കാവലിനെ കുറിച്ച്. അവർ വിചാരിച്ചു നിന്നെ ശിഷ്യന്മാർ വന്ന് എടുത്തുകൊണ്ടു പോകുമെന്ന്. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനാണ് പടയാളികളെ അവർ കാവൽ നിർത്തിയത്. 28-ാമത്തെ അധ്യായത്തിൽ പ്രാരംഭങ്ങളിൽ ഞങ്ങൾ വായിക്കുകയാണ്, അതിരാവിലെ നിന്നെ കാണാൻ വന്നവർക്ക് നിന്നെ കാണാൻ കഴിഞ്ഞില്ല. കല്ലുകൾ വശങ്ങളിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. അവിടെ കല്ലറ മാത്രം, നീ അവിടെ ഇല്ലായിരുന്നു. പരിഭ്രാന്തരായവരോട് ദൈവദൂതൻ പറഞ്ഞു, ഉത്ഥിതനായവനെ നിങ്ങൾ എന്തിനാണ് മൃതരുടെ ഇടയിൽ അന്വേഷിക്കുന്നത്? നീ ഉത്ഥാനം ചെയ്തു. ഈശോയെ, ഞങ്ങളുടെ ഹൃദയം നിറയെ അഭിമാനത്തോടെ വിശ്വാസത്തിൽ ഞങ്ങൾ ഏറ്റുപറയുന്നു, ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ രക്ഷയ്ക്കായി ഞങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ഏകനാമം ഈശോയാണ്, ഉത്ഥിതനായ ഈശോ. ആ നിമിഷങ്ങളിൽ നീ ഉയർത്തതിനെ ഓർമ്മിച്ചുകൊണ്ട് നിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ അത്ഭുതകരമായ ദൃശ്യങ്ങളുണ്ടായതിനെ
ഓർമ്മിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കല്ലറയിൽ പൊന്നൊളി മിന്നുന്നു. മഹിമയോടെ എൻ്റെ നാഥനിത ഉയർത്ത് എഴുന്നേൽക്കുന്നു. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു. മഹിമയുടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനിയതാ നിറപോലും പ്രഭയിൽ മുഴുകുന്നു. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു. മഹിമയോടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനിതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. നിന്റെ ശിരസിൽ അവർ ചാർത്തിയത് മുൾമുടിയാണ്. നിന്റെ മുഖത്തേക്ക് അവർ കാർക്കിച്ച് തുപ്പിയിട്ടുണ്ട്. നിന്റെ മുഖത്ത് അവർ ആഞ്ഞടിച്ചിട്ട് പരിഹസിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വെളുത്ത അപ്പത്തിൽ മഹത്വപൂർണനായി നീ നിൽക്കുന്നത് ഞങ്ങൾ കാണുകയാണ്. നിന്റെ ശിരസിലെ മഹത്വം, നിന്റെ കണ്ണുകളിലെ പ്രഭ, അത് ഞങ്ങൾ നേരിട്ട് കാണുന്നു. ഈശോയെ, തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ മഹത്വമണിഞ്ഞ് ഇതാ നമുക്ക് മുൻപിൽ. തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ സുരഭിലമാം പൂങ്കതിരണിയുന്നു. കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി വിളങ്ങുന്നു. തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ സുരഭിലമാം പൂങ്കതിരണിയുന്നു. കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി വിളങ്ങുന്നു. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു. മഹിമയുടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനിതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. കാൽവരിക്കുന്നിൻ്റെ താഴ്വരകളിൽ മുഴുവനും മരണത്തിൻ്റെ ഗന്ധമായിരുന്നു. നടുവിലെ കുരിശിൽ അവൻ തറയ്ക്കപ്പെട്ടു. തൊട്ടടുത്ത് മറ്റ് രണ്ടുപേരെ കൂടി അവർ കുരിശിൽ തറച്ചു. മനുഷ്യരെല്ലാവരും ദൂരങ്ങളിൽ നോക്കിക്കൊണ്ടു നിന്നു. അതും പോരാഞ്ഞിട്ട് അവർ അവൻ്റെ നെഞ്ച് പിളർന്നു. മരണത്തിൻ്റെ ഗന്ധമായിരുന്ന ആ താഴ്വരയിൽ ഇതാ ഇന്ന് വിജയാനന്ദം മുടിച്ചൂടുകയാണ്. ലോകം മുഴുവനും ഏറ്റുപറയുകയാണ്, എൻ്റെ ഈശോ ഉത്ഥിതനായി. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ നിന്ന് ഉത്ഥാനത്തിലേക്ക് അവനിതാ കടന്നു വന്നിരിക്കുന്നു. പുകപൊങ്ങും മരണത്താഴ്വരയിൽ പുതുജീവൻ പൂങ്കതിരണിയുന്നു. മാനവരും സ്വർഗനിവാസികളും വിജയാനന്ദത്തിൽ മുഴുകുന്നു. പുകപൊങ്ങും മരണത്താഴ്വരയിൽ പുതുജീവൻ പൂങ്കതിരണിയുന്നു.
നാഥനുയർത്തുന്നു. മുറിവുകളാൽ മൂടിയ മേനിയതാ വിരവോലും പ്രഭയിൽ മുഴുകുന്നു. പ്രിയപ്പെട്ടവരെ, ഉത്ഥിതനായ ഈശോയ്ക്ക് മുൻപിൽ, രക്ഷകനായ ഈശോയ്ക്ക് മുമ്പിൽ, സകല തകർച്ചകളിൽ നിന്നും നമ്മൾ ഉയർത്തിയെടുക്കുന്ന ഈശോയ്ക്ക് മുമ്പിൽ, എല്ലാം അവസാനിച്ചു എന്നുള്ളിടത്തു നിന്ന് നമ്മളെ തിരികെ കരയിലേക്ക് കൊണ്ടുവരുന്ന ഈശോയുടെ മുൻപിൽ നമുക്കൊന്ന് ചേർന്ന് നിൽക്കാം. നമ്മുടെ കരങ്ങൾ അങ്ങനെ ചേർത്ത് പിടിക്കാം. കരങ്ങൾ ചേർത്ത് പിടിച്ച് കുടുംബം മുഴുവനും ഈശോയുടെ പക്കലേക്ക് അത് ഉയർത്താം. ഉയർത്തിയിട്ട്, ഉത്ഥിതനായ ഈശോയെ, ഇതാ എൻ്റെ വീടിനെ, എൻ്റെ ഈ കുടുംബത്തെ, എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞാൻ നൽകുന്നുവെന്ന് ഹൃദയപൂർവ്വം നമുക്ക് പറയാം. മുഴുവനും എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, നിനക്ക് ആരാധനയെന്ന് കരങ്ങൾ ഉയർത്തി ചേർത്ത് പിടിച്ച് നമുക്ക് പറയാം. ഹല്ലേലൂയ, 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 ആരാധന. വീണ്ടും വീണ്ടും പാടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ രോഗികൾക്ക്, ജോലിയില്ലാത്ത നമ്മുടെ ചെറുപ്പക്കാർക്ക്, നിരാശ ബാധിച്ചിരിക്കുന്നവർക്ക്, തകർച്ചയിലിരിക്കുന്നവർക്കൊക്കെ ഉത്ഥാനത്തിൻ്റെ ഈ സന്തോഷമുണ്ടാകാൻ കരങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിച്ച് വീണ്ടും നമുക്ക് പാടാം. ഹല്ലേലൂയ, 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 ആരാധന. വീണ്ടും പാടാം. ഹല്ലേലൂയ, 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 ആരാധന. സകല പ്രപഞ്ചത്തോടും ചേർന്ന് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി ഈ നിമിഷങ്ങളിൽ ഈശോയുടെ മുൻപിലിരിക്കുന്ന നമുക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കാം. ഉത്ഥിതനായവനെ ലോകം മുഴുവനും വേണ്ടി നമുക്ക് സ്തുതിക്കാം. കരങ്ങൾ ഉയർത്തി നമുക്ക് പാടാം.